അതെ സാർ, എല്ലാത്ത കാര്യങ്ങൾ എന്റെ തലയിൽ ഇട്ട് തരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കണം സാർ? ഞാനൊരു ചേട്ടനായിട്ട് കരുതി അദ്ദേഹത്തിന് ഞാൻ ശരിയാണ്, ഞാൻ തലേ ദിവസം പ്രഷർ സഹിച്ച് എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്തുകൊണ്ട് പ്രഷർ സഹിച്ച് ഞാൻ ഇരുന്നപ്പോൾ ഒരു ചേട്ടനായിട്ട് കരുതി മാത്രമാണ് അദ്ദേഹത്തെ ആ അൻസിബ ഉള്ളപ്പോൾ. യെസ് സർ, ഇത് കൺഫെഷൻ റൂമാണ്. നിങ്ങളുടെ നാടകം ഇവിടെ ആവശ്യമില്ല. ഓക്കെ സർ, ഞാൻ അവിടെ പ്രഷർ സഹിച്ച് ആകെ മനസ്സുകൊണ്ട് തകർന്നിരിക്കുന്ന സമയത്ത് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. സിജോ, എന്തോ ബിഗ് ബോസ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്റെ പ്രശ്നം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമുണ്ടോ? ഞാനൊരിക്കൽ പറഞ്ഞതല്ലേ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ തീരുമാനമെടുക്കുമെന്ന്. തീർച്ചയായിട്ടും ബിഗ് ബോസ്. ഓക്കെ, അതുവരെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? മനസ്സിലായി. തീർച്ചയായിട്ടും ഞാൻ ഡിസ്കസ് ചെയ്യണമെന്നൊരു പോയിന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ പറഞ്ഞിരുന്നു, ഓക്കെ ബിഗ് ബോസ് സമയം അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ട വിഷയം ഇതായിരിക്കണം എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. പിരിഞ്ഞു പോകാൻ ഒരുങ്ങുമായിരുന്നു. ആ രംഗം അത്രയും വഷളായതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്? തീർച്ചയായിട്ടും ബിഗ് ബോസ്. പിന്നെ അത് ഊതിക്കത്തിക്കാൻ നോക്കുകയാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. കാരണം സുരേഷ് ഏട്ടൻ അവിടെ അത്രയും പെയിൻ അനുഭവിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്കത് ആ വിഷയം ഇനി കാരണം ഈ വിഷയം അത് ഞാനും കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഘട്ടങ്ങളിൽ നടപടികൾ എടുക്കേണ്ടത് ഞങ്ങളാണ്. തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. ബിഗ് ബോസ്, എനിക്ക് ഒരു ചെറിയൊരു പോയിന്റ് കൂടെ ഒന്ന് ആഡ് ചെയ്യാനുണ്ടായിരുന്നു, അനുവദിക്കുമെങ്കിൽ മാത്രം. ഞാൻ കാണുന്നുണ്ട്, അതുപോലെ പ്രേക്ഷകരും കാണുന്നുണ്ട്. ശരി. മാത്രമല്ല വോട്ടിംഗ് ലൈനുകൾ ഓപ്പൺ ആണ്, അത് മറക്കണ്ട. മനസ്സിലായി. മര്യാദയുടെ രീതിയിൽ വീട്ടിൽ തുടരാമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് പോകാം. തീർച്ചയായിട്ടും ബിഗ് ബോസ്. സർ, എനിക്ക് പറയാൻ അനുവദിക്കാമോ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. രതീഷിനോടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ സർ. ഇപ്പോ ഒന്നും പറയണ്ട സർ, ഞാൻ പോകാൻ തയ്യാറാണ് സർ. ഞാനിത് ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് സർ. ഞാൻ പോകാൻ തയ്യാറാണ്. കാരണം ഇത് ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വരാനും പോകാനും കഴിയില്ല. അറിയാം സർ. ജനങ്ങൾ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും. ഓ സർ, അറിയാം. പക്ഷെ ഇത്രയും മോശപ്പെട്ട കാര്യം എനിക്കിത് രണ്ടുപേർക്കും പോകാം. ബിഗ് ബോസ്. സർ, എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നത് കാരണമാണ് സർ. എന്നെ ഒന്ന് അനുവദിച്ചാൽ വലിയ. രതീഷ്, പോകാം. ബിഗ് ബോസ് പറഞ്ഞ് ബിഗ് ബോസ് ഇപ്പൊ തീരുമാനം ഉണ്ടാക്കും. നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക.